C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഞാൻ വീട്ടിലേക്ക് മടങ്ങിപ്പോണെന്നല്ലേ ഭാമാൻറ്റി പറയുന്നേ? മോളെ സുസ്മിത, മോളെ ആന്റി അടുക്കരുത്. അയ്യോ മോളെ വേണ്ട, എന്തൊക്കെയാ നീ കാണിക്കുന്നത്? ഭാമാൻറ്റി പറഞ്ഞ വാക്ക് പാലിക്കാതെ സുസ്മിതയ്ക്ക് ഇനി ഇവിടുന്ന് ഒരു മടക്കമില്ല. ഇനി ഞാൻ തിരികെ പോകണമെന്ന് ഭാമാൻറ്റിയുടെ നാവിന്നൊരു വാക്ക് വീണ ഇത് വെച്ചൊരൊറ്റ വലി. അയ്യോ മോളെ പ്ലീസ്, ഇവിടെ കിടന്ന് നിങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച് തന്നെ തീരും ഞാൻ. നിങ്ങൾക്കും അതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ സന്തോഷം. മോളെ അടുക്കരുത്. അരിവാള് കഴുത്തിന്ന് മാറ്റ്. ഇല്ല മോളെ, പറയുന്നതൊന്ന് കേൾക്ക്. ഇല്ല, ഭാമാൻറ്റി എനിക്കൊരു വാക്ക് തരണം. മോളെ ഞാൻ എന്താ ചെയ്തു തരണ്ടേ, അത് നീ പറ. വിഷ്ണുവേട്ടനോടുള്ള മോഹം ഞാൻ വീണ്ടും വിടുക. ആന്റി പറഞ്ഞതുപോലെ എനിക്ക് പുതിയൊരു ജീവിതം, അത് ആന്റി തന്നെ എനിക്ക് ഉണ്ടാക്കി തരണം. ഇവിടുന്ന് ഇറങ്ങിയ കതിർ മണ്ഡപത്തിലേക്ക്, അതുമല്ല നിങ്ങളെല്ലാരും പോകാൻ നിർബന്ധിച്ച മരണത്തിലേക്ക്. അതേ ഉള്ളൂ സുസ്മിതയ്ക്കുള്ള രണ്ട് വഴികൾ. മോളെ, 2 വട്ടം കല്യാണം മുടങ്ങിയ ഒരു പെണ്ണിന് കൊള്ളാവുന്ന വീട്ടിൽ നിന്ന് ഒരു ആലോചന വരുമോ പറ. മോളെ പിന്നെ ഞാൻ എങ്ങോട്ടാ പോകണ്ട ആന്റി ഒന്ന് പറ. മോളെ, നീ എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെ നിന്നാ മതി. ആന്റി പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും. കൊള്ളാവുന്ന ഒരു പയ്യനെ കൊണ്ട് നിന്റെ കല്യാണം ഈ ആന്റി നടത്തിയിരിക്കും. വാക്ക് വാക്ക് ഈ സത്യഭാമയ്ക്ക് വാക്കാ ദൈവം. എന്റെ അമ്മയും അമ്മാവനും കൂടി ശാരിക ഇവിടെ കൊണ്ടുവന്നാക്കിയ കാര്യം ഞാൻ അറിഞ്ഞതല്ല. അറിഞ്ഞപ്പോ തന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോവായിരുന്നില്ലേ എന്നൊരു ചോദ്യം ഉണ്ടാവും മേഡത്തിന്. കോളേജിൽ നിന്ന് ഞാൻ തിരിച്ചെത്തിയപ്പോഴേ വിവരം അറിയുന്നത് തന്നെ. അപ്പൊ തന്നെ ശാരികയെ കൂട്ടാൻ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുമാണ്. ആ സമയത്താ എന്റെ അമ്മ രണ്ടാമതും അറ്റാക്ക് വന്ന് വീഴുന്നത്. അയ്യോ ചോര. അയ്യോ വിജയേ, കണ്ണു തുറക്കും വിജയേ. കണ്ണു തുറക്കമ്മേ. അമ്മേ, അമ്മയെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നറിയാതെ ICUവിന്റെ മുന്നിൽ പ്രാർത്ഥനയോടെയുള്ള മണിക്കൂറുകൾ. സഹായത്തിന് വേറെ ആരും ഇല്ലായിരുന്നു. രാത്രിയും പകലും കടന്നു പോകുന്നത് പോലും അറിഞ്ഞില്ല. കുളിക്കാതെ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊന്നും മാറാൻ കഴിയാതെ എത്രയോ മണിക്കൂറുകൾ. അമ്മാവൻ ഇവിടെ കൊണ്ട് തള്ളിയിട്ട് പോയെങ്കിലും രാജീവ് സാർ എന്ത് ചെയ്യാണെന്നെങ്കിലും ഒന്ന് അന്വേഷിക്കായിരുന്നില്ലേ ശാരികയ്ക്ക്? ഒരുപാട് നാളൊന്നും ആയിട്ടില്ല നമ്മൾ തമ്മിൽ കണ്ടിട്ട്. പക്ഷേ ഒരു 100 ജന്മത്തിന്റെ ആത്മബന്ധം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. രാജീവ് സാറ് ശാരിക അങ്ങനെ ഉപേക്ഷിച്ച് കളയുന്നു കരുതിയോ? അതിന് രാജീവ് മരിക്കണം. എന്നോട് ഓർക്കണം സർ. അമ്മയും അമ്മാവനും അല്ല, ദൈവം തന്നെ പറഞ്ഞാലും രാജീവ് ശാരിക ഉപേക്ഷിക്കില്ല മാഡം.
അമ്മയെ ഹോസ്പിറ്റലിൽ നിന്ന് മടക്കി കൊണ്ടുവന്നേ ഉള്ളൂ എന്ന് മേഡം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ? ആ ശാരികയെ കൂട്ടിക്കൊണ്ടുവരാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമായിരുന്നു ഞാൻ. അമ്മയോടും അമ്മാവനോടും പറഞ്ഞോ ശാരികയെ കൂട്ടിക്കൊണ്ടുവരുന്ന കാര്യം? പറഞ്ഞു. എന്നിട്ട് അവരെതിർപ്പൊന്നും പറഞ്ഞില്ല. പറഞ്ഞിട്ടും കാര്യമൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നിക്കാണും. ഉം. അവരെതിർത്താലും ശാരികയില്ലാതെ എനിക്കിനി ജീവിക്കാനാവില്ല മാഡം. ഇളന്റെ ജീവശ്വാസമാണ്. പരസ്പരം സ്നേഹം ഉണ്ടെങ്കിൽ ഒരാണിനെയും പെണ്ണിനെയും ഒന്നിപ്പിക്കാൻ ഒരു നിയമത്തിന്റെ ആവശ്യമില്ല രഞ്ജിനി മോളെ. ഈ കുട്ടികൾക്ക് അതുണ്ട്. പണത്തിനും പൊന്നിനും ഒന്നും ഇവരെ പിരിക്കാനാവില്ല. സന്തോഷമുള്ളൂ ശാരദാമ്മേ. നിർബന്ധിച്ച് കൂട്ടിച്ചേർത്താലും അത് നേരെയാവില്ല. ഇവരെ സംബന്ധിച്ച് കൂട്ടിച്ചേർക്കേണ്ട കാര്യമില്ല. ഇവര് രണ്ടല്ല, രണ്ടാളും ഒന്ന് തന്നെയാ. ആ എന്നാ ഞാൻ ഇറങ്ങട്ടെ. ബെസ്റ്റ് വിഷസ്. ശാരിക വരട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.